ഇന്നത്തെ വേർഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പെയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ശരി എന്ന് പറയുന്നത് സഹി എന്നുള്ള വാക്കാണ് ഹിന്ദിയിൽ. ശരി, ഇത് ശരിയാണ് എന്ന് പറയുമ്പോ ഏ സഹി ഹേ എന്നാ പറയാം അല്ലെ. അപ്പൊ തെറ്റെന്ന് പറയാനോ ഗലത്ത് എന്നാണ് ഹിന്ദിയിൽ പറയാ കേട്ടോ. തെറ്റ് ഗലത്ത്. ഈ ഗലത്തെ എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് പറയുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതുപോലെ നല്ലതും ചീത്തയും എന്ന് പറയാനായിട്ട് അച്ഛ ഭുര. അച്ഛ എന്ന് പറഞ്ഞാൽ ഈ അച്ചി ബാത്തെ എന്ന് പറയുന്നത് ഇത് നല്ല കാര്യമാണ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ആ സെന്റൻസ്. ഇത് നല്ല കാര്യമാണ്, ഈ അച്ചി ബാത്തെ. ഇനി ഇത് ചീത്ത കാര്യമാണെന്ന് പറയാനോ ഏ ബുരി ബാത്തെ, ഈ ബുരി ബാത്തെ എന്നാ പറയാ കേട്ടോ. അപ്പൊ ഇവിടെ ബാത്ത് എന്നുള്ള വേർഡ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അച്ഛ എന്നുള്ളത് നമ്മൾ അച്ചി പറഞ്ഞു, ഭുര എന്നുള്ളത് ബുരി പറഞ്ഞു കേട്ടോ. ഇതെല്ലാം ലോങ് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. ശരി, ഇനി അതുപോലെ തന്നെ വെറ്റും ഡ്രൈയും പറയുന്നത് കേട്ടോ. നനഞ്ഞതിനും ഉണങ്ങിയതിനും പറയുന്നത് ഗീല എന്ന് പറഞ്ഞ നനഞ്ഞത്. ഗീല ഹേ, ഇത് നനഞ്ഞതാണ് എന്ന് പറയുന്നതാ. ഇനി സൂക്ക എന്ന് പറഞ്ഞ ഡ്രൈ കേട്ടോ. ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാൻ പോകത്തില്ലേ, അവിടെ നമുക്ക് കപ്പടെ സുക്കാന ഹേ എന്നാ പറയുന്നത്. ഡ്രസ്സുകൾ തുണികൾ ഉണക്കണം എന്ന് പറയുമ്പോ കേട്ടോ കപ്പടെ സുക്കാന ഹേ. അവിടെ സൂക്ക എന്നുള്ള വാക്കാണ് ഡ്രൈ എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പൊ ഗീല എന്ന് പറഞ്ഞ നനഞ്ഞതും സൂക്ക എന്ന് പറഞ്ഞ ഉണങ്ങിയതും, അതാണ് അതിനർത്ഥം വരുന്നത്. ഇനി അതുപോലെ തന്നെ സത്യവും നുണയും പറയാനായിട്ട് നീ സത്യം പറ എന്ന് പറയുമ്പോ സച്ച്, തും സച്ച് ബോലോ എന്നാ പറയാം. ഓക്കെ, അവിടെ സച്ച് എന്ന് പറയുന്നത് സത്യം. അപ്പൊ നുണേനെ എന്താ പറയാ ജൂട്ട് എന്നാ പറയാ. ജൂട്ട്, തും ജൂട്ട് മത് ബോലോ എന്താണ് നീ നുണ പറയാതെ എന്ന് പറയുന്നതാണ് കേട്ടോ. തും ജൂട്ട് മത് ബോലോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ നല്ല റേറ്റ് കൂടിയതുണ്ടാവും, റേറ്റ് കുറഞ്ഞതും ഉണ്ടാവും. അപ്പൊ അതിന് ഹിന്ദിയിൽ പറയുന്നത് സസ്ത എന്ന് പറഞ്ഞ റേറ്റ് കുറഞ്ഞത്, മഹങ്ക എന്ന് പറഞ്ഞ റേറ്റ് കൂടിയത്. ഏ ബഹുത് സസ്താ ഹേ എന്ന് പറയുമ്പോ എന്താണ് ഇത് വളരെ വില കുറഞ്ഞതാണ് എന്ന് പറയുന്നതാ. ഏ ബഹുത് മെഹങ്കാ ഹേ എന്ന് പറഞ്ഞ എന്താണ് ഇത് വളരെ വില കൂടിയതാണ് എന്ന് പറയുന്ന. അവിടെ സസ്ത മെഹങ്ക വളരെ ഈസിയാണ്. ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ നോക്കി പോയാൽ മതി കേട്ടോ. ഇനി അതുപോലെ നമ്മൾ നല്ല സ്പീഡിൽ പോവാന്ന് പറയും അല്ലെ. സ്പീഡിൽ ഓടാനൊക്കെ പറയുമ്പോ സ്പീഡും അതുപോലെ സ്ലോവും എന്ന് പറയാനായിട്ട് തേജ് എന്നാ പറയാം. തേജ് ദൗഡോ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓടൂ എന്ന് പറയുന്നതാ. അതല്ലെങ്കിൽ നമ്മൾ പറയല്ലേ മക്കളൊക്കെ ഓടുമ്പോ പതുക്കെ നടക്കൂ എന്ന് നമ്മൾ പറയത്തില്ലേ, അവിടെ പതുക്കെ അല്ലെങ്കിൽ പയ്യെ എന്നൊക്കെ പറയാനായിട്ട് ധീരെ എന്നാണ്. ധീരെ ചലോ, ധീരെ ചലോ. ക്ലിയർ ആയ? ഇനി ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ഊപ്പർ എന്ന് പറഞ്ഞ മുകളിൽ, നീച്ച എന്ന് പറഞ്ഞ താഴെ, ആകെ എന്ന് പറഞ്ഞ മുൻപിൽ, പീച്ച എന്ന് പറഞ്ഞ പുറകിൽ, ബഡ എന്ന് പറഞ്ഞ വലുത്, ചോട്ട എന്ന് പറഞ്ഞ ചെറുത്. ഇങ്ങനെ ഓപ്പോസിറ്റ് വേർഡ്സ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.